ഹലോ ഫ്രണ്ട്സ്, എൻറോഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ എസ് സിഒയെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. എസ് സിഒയുടെ റാങ്കിങ് സിഗ്നൽസ്, അതെങ്ങനെയാണ് എസ് സിഒ വർക്ക് ചെയ്യുന്നത്, എസ് സിഒയുടെ അൽഗോരിതംസ്, എസ് സിഒ ഇവോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇപ്പോൾ ഡിഫറെൻറ്റ് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു എസ് സിഒ ജിഒ രണ്ട് ടേംസ് ഉണ്ടെന്ന് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ജനറേറ്റീവ് എൻജിൻ ഒപ്റ്റിമൈസേഷൻ. അതായത് ഗൂഗിൾ, ജെമിനി, ചാറ്റ് GPT, കോപ്പൈലറ്റ് അങ്ങനെയുള്ള AI ടൂൾസ് വെച്ച് നമ്മൾ സെർച്ച് ചെയ്യുന്നു. അപ്പം നേരത്തെ നമ്മൾ എങ്ങനെയാണ് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത്? നമ്മൾ ഗൂഗിളിൽ പോകാൻ നേരെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബെസ്റ്റ് ബേക്കറി ഇൻ ആലപ്പി. അപ്പോൾ അങ്ങനെ ഒരെണ്ണം ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം ഗൂഗിളിൽ ഒരു 10 റിസൾട്ട് കിട്ടുന്നു. അല്ലെങ്കിൽ ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്സ് ഇൻ ആലപ്പി, ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്സ് ഇൻ എറണാകുളം. അപ്പോൾ ഇങ്ങനെയൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം കുറേ റിസൾട്ട് വരും. നമ്മൾ ചിലപ്പോൾ അവരുടെ റിവ്യൂസ് എടുത്ത് നോക്കും. പിന്നെ നമ്മൾ യൂട്യൂബിൽ പോയി ചിലപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട്, ഇപ്പോൾ ഒരു വെക്കേഷന് പോകുകയാണെങ്കിൽ നമ്മൾ ബെസ്റ്റ് റിസോർട്ട്സ് അല്ലെങ്കിൽ ബെസ്റ്റ് ഹോട്ടൽസ് ഇൻ കൊച്ചിൻ എന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ അവരുടെ യൂട്യൂബ് വീഡിയോസോ ഒക്കെ എടുത്ത് വെച്ച് കാണും. എന്നിട്ട് നമ്മളൊരു ഡിസിഷൻ മേക്ക് ചെയ്ത് അങ്ങനെയായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ജനറേറ്റീവ് സെർച്ച് ഒപ്റ്റിമൈസേഷനിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ, ജെമിനി അല്ലെങ്കിൽ ചാറ്റ് GPT പോലുള്ള ടൂൾസ് നമുക്ക് കൃത്യമായൊരു ആൻസേഴ്സ് തരുന്നു. ഇപ്പോൾ നമ്മളിപ്പോൾ വിച്ച് ഈസ് എ ബെസ്റ്റ് റിസോർട്ട് ടു സ്റ്റേ ഇൻ കേരള എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് തന്നെ ഒരു 1, 2, 3 അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 5 റിസൾട്ട്സ് പെട്ടെന്ന് തന്നെ കൊണ്ടുതരുന്നു. അപ്പോൾ ഇതെല്ലാം എന്താണ്, ഒരു LLM ആണ്, ലാംഗ്വേജ് പ്രോസസ്സർ വെച്ച് അതിനെ ലേൺ ചെയ്യിപ്പിച്ചിട്ട് അത് വരുന്ന റിസൾട്ടാണ്. പക്ഷേ അതൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പം SEO അല്ലെങ്കിൽ SEO ചെയ്യാത്ത ട്രസ്റ്റ് വർത്തിനെസ് ആയിട്ടുള്ള സൈറ്റ് അല്ലെങ്കിൽ ശരിക്കും ഈ ജനറേറ്റീവ് എൻജിൻസും ഇത് എടുത്തുകൊണ്ട് വരില്ല. അപ്പോൾ അതും ചെക്ക് ചെയ്യുന്നത് സെയിം സിഗ്നൽസ് ഒക്കെ തന്നെയാണ്. അതായത് ട്രസ്റ്റ് വർത്തിനെസ്, അതോറിറ്റീവ്നെസ്, എക്സ്പെർട്ടൈസ്നെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടാണ് ഈ ജനറേറ്റീവ് എൻജിൻസും ഇത് സെർച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ റിസൾട്ട്സ് കൊണ്ടുവരുന്നത്. SEO ഡെഡായോ എന്ന് ചോദിച്ച അതേ ചോദ്യം തന്നെ നമുക്ക് ഈ ജനറേറ്റീവ് എൻജിൻസ് ഇനിയും SEO മാറിയിട്ട് ഫുള്ളായിട്ട് മാറുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ ആൻസർ. അതായത് രണ്ടും ഇവോൾവ് ചെയ്യും. കുറച്ച് ആൾക്കാർ SEO, അതായത് ഗൂഗിളിൽ പോയി അങ്ങനെ, അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള സെർച്ച് എൻജിൻസ് എവിടെയാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും, ഇപ്പോൾ നമുക്കറിയാം ചൈനയിൽ ഗൂഗിളിനെക്കാട്ടി കൂടുതൽ ഷെയർ ചെയ്തു എന്ന് പറഞ്ഞ സെർച്ച് എൻജിനാണ്. റഷ്യയിൽ വേറെ യാൻഡെക്സ് സെർച്ച് എൻജിൻസ്. അപ്പോൾ ആൾക്കാർ അങ്ങനെ സെർച്ച് ചെയ്യുന്നു. കുറേ ആൾക്കാരിങ്ങനെ ചാറ്റ് GPTയിൽ പോയി സെർച്ച് ചെയ്യുന്നു. അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ച് രണ്ട് രീതിയിൽ ഇപ്പോൾ റിസൾട്ട് വരാം. ജനറേറ്റീവ് സെർച്ച് എൻജിൻസ് വഴിയും, അതായത് ചാറ്റ് GPT പോലുള്ള സോഴ്സിൽ നിന്നും അല്ലാതെ നമുക്ക് റിസൾട്ട് വരാം. അപ്പം രണ്ടിലും, അതായത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് AI ജനറേറ്റീവായിട്ടുള്ള സെർച്ചുകൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കിട്ടാൻ വേണ്ടി എൻറോഡ്സ് എന്ന ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ താങ്ക് യു, ബൈ ബൈ, ഓൾ, സീ യു അഗൈൻ.